നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെലങ്കാനയിൽ BRSന്റെയും BJPയുടെയും അടിത്തറ തകരുന്നു. തെലങ്കാനയിലെ BRS-BJP നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി BJPയുടെ സംസ്ഥാനത്തെ പ്രമുഖരായ നിരവധി നേതാക്കളാണ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. അതുപോലെ തന്നെ BRSന്റെയും നിരവധി MLAമാരും MLCമാരും MP മാരും മറ്റു പ്രാദേശിക നേതാക്കളും കഴിഞ്ഞ ദിവസങ്ങളിലായി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ദിവസം സംഗറെഡ്ഡിയിലെ BJPയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന P. രാജു പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. അതുപോലെ തന്നെ മക്തലിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന ജലന്ധർ റെഡ്ഡിയും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി മത്സരിച്ച 6-ലധികം നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിലേക്ക് എത്തിയത്. വരും ദിവസങ്ങളിൽ BJPയുടെ 25-ലധികം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് തെലങ്കാനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തെലങ്കാനയിൽ അപ്രസക്തമാകുമെന്നും അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ വലിയ തകർച്ച നേരിടേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ നേതാക്കളെല്ലാം പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്നത്. BJP നേതാക്കൾക്ക് പുറമെ തെലങ്കാനയിലെ BRSന്റെ പ്രമുഖരായ നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുന്നു. BRSന്റെ തെലങ്കാനയിലെ മുൻ MLAയും പ്രമുഖ നേതാവുമായ ബാപ്പുറാവു റാത്തോഡ് പാർട്ടി വിട്ട് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി BRSുമായി അകലം പാലിച്ചിരുന്ന ബാപ്പുറാവു റാത്തോഡ് കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ PCC ആസ്ഥാനത്തെത്തി കോൺഗ്രസിന്റെ സംസ്ഥാനതല നേതാക്കളെ കാണുകയും അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ BRSന്റെ നൂറുകണക്കിന് നേതാക്കളാണ് കോൺഗ്രസിലേക്ക് എത്താൻ ഇരിക്കുന്നതെന്ന് PCC ആസ്ഥാനത്ത് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിനു ശേഷം ബാപ്പുറാവു റാത്തോഡ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു.